എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ 12th സ്റ്റുഡൻസിന് എക്സാം ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 1 മാർക്കാണ്. അപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ട് ആ 1 മാർക്ക് നമുക്ക് മിസ്സാവരുത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സൊല്യൂഷൻസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സൊല്യൂഷൻ ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് റൗൾസ് ലോ? എന്താണ് റൗൾസ് ലോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് റൗൾസ് ലോ? നമ്മുടെ ഒരു സൊല്യൂഷനിലുള്ള സോൾവെന്റിന്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോമ്പണന്റിന്റെ പാർഷ്യൽ pressure is directly proportional to its mole fraction. അതാണ് എന്ത് റൗൾസ് ലോ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, അല്ലേ? ഇതൊക്കെയാണ് എന്ത് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓക്കെ, എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് അപ്ലൈ ടു ഒപ്പോസ് ദി ഓസ്മോസിസ്. ഓസ്മോസിസിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ട്രോകെമിസ്ട്രിയിൽ വാട്ട് ആർ സെക്കൻഡറി സെൽസ്? സെക്കൻഡറി സെൽസ് എന്താണ്? നമ്മൾ PYQ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെക്കൻഡറി സെൽസ്? റീചാർജ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ആണ് സെക്കൻഡറി സെൽസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡാനിയൽ സെൽ? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഗാൽവാനിക് സെല്ലാണ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ആൻഡ് അതിൽ നമ്മൾ ആനോഡ് ആരായിരിക്കും? നമ്മുടെ ആനോഡ് ആരാണ്? അതിൽ ആനോഡ് ആരാണ്? ആനോഡ് സിങ്ക് ആയിരിക്കും. ആനോഡ് സിങ്ക് ആയിരിക്കും ആൻഡ് കാഥോഡ് കോപ്പർ ആയിരിക്കും. ക്ലിയർ? അതാണ് ആര്? ഡാനിയൽ സെൽ. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇസ് ദ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ. കോൺസെൻട്രേഷൻ, നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 0 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 0 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കണ്ടക്ടിവിറ്റി ആണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, കെമിക്കൽ കൈനറ്റിക്സ്. വാട്ട് ഡു യു മീൻ ബൈ ഓർഡർ ഓഫ് എ റിയാക്ഷൻ? എന്താണ് ഒരു റിയാക്ഷൻ ഓർഡർ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് റിയാക്ഷന്റെ ഓർഡർ? ദാറ്റ് ഈസ് ദ സം ഓഫ് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ? ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു കോമൺ മോൾ ലിറ്റർ, മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ എന്ത്? നമ്മുടെ ജനറൽ ഫോർമുല. അപ്പൊ നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും? മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ എന്ത്? സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. നെക്സ്റ്റ്, റൈറ്റ് Arrhenius equation. Arrhenius equation എന്താണ്? K equal to AE raised to minus EA by RT. Clear? അതാണ് എന്ത്? Arrhenius equation. Next, write an example for zero order reaction. Zero order reaction example ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ, അങ്ങനത്തെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, give D and F block elements ആണ്. Give reasons for variable oxidation state of D block elements. D block elements എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം D ബ്ലോക്കിൽ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് 3D, അതിന്റെ മുന്നേ എവിടെയാണ്? 4s. ഇവർ രണ്ടുപേരും, ഈ 3Dയും 4s ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഓക്സിഡേഷൻ നടത്തുമ്പോൾ എസ്ന്നും ഡിന്നും ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം? പോവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ലാന്തനോയിഡ്സ്. വൈ? ലാന്തനോയിഡ്സിനെ എന്തുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്? നമ്മൾ PYQയിൽ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ട്. അവർക്കെല്ലാം ഒരു സിമിലർ എന്താണ്? അയോണിക് ആൻഡ് അറ്റോമിക് റേഡിയൈ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും.
ഓക്കെ, ലാൻഥനോയിഡ് കൺട്രാക്ഷൻ്റെ ഒരു കോൺസിക്വൻസ് നമ്മൾ പറയുന്നത് ഇതാണ്. ഓക്കെ, ലാൻഥനോയിഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഈക്വൽ ആണ് അല്ലെങ്കിൽ സിമിലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഗുഡ് കാറ്റലിസ്റ്റ്. വൈ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഗുഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? അവരുടെ മെറ്റൽ സർഫസ് ഏരിയ കൂടുതലാണ് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ എന്ത് കാണിക്കുന്നുണ്ട് അവർ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നുണ്ട്. അതും എന്തിനു കാരണമാണ്? ഒരു ഗുഡ് കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ആക്ട് ചെയ്യാൻ ഉള്ള ഒരു കാരണമാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് EDTA. EDTA എന്ന് പറഞ്ഞാൽ എഥിലീൻ ഡൈഅമീൻ ടെട്രാസെറ്റേറ്റ്. എഥിലീൻ ഡൈഅമീൻ ടെട്രാസെറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH2 എഥിലീൻ ഡൈഅമീൻ ടെട്രാഅസെറ്റേറ്റ്. COO മൈനസ് COO മൈനസ് COO മൈനസ് COO മൈനസ്. എന്നിന്റെ അവിടെ എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. ഹെക്സാഡെൻഡേറ്റ് ആണ് അല്ലേ? ഇവിടെ 1 2 3 4 നെഗറ്റീവ് ചാർജസ് ഉണ്ട്, 2 ലോൺ പെയർ ഉണ്ട്. എന്താണ് അവര്? ഹെക്സാഡെൻഡേറ്റ് ആണ്. നെക്സ്റ്റ്, കീലേറ്റിംഗ് ലിഗാൻഡ്സ് ആൻഡ് ആംബിഡെൻഡേറ്റിംഗ് ലിഗാൻഡ്സ്. എന്താണ് കീലേറ്റിംഗ് ലിഗാൻഡ്? കീലേറ്റിംഗ് ലിഗാൻഡ്സ് പറഞ്ഞാൽ ആ ലിഗാൻഡ്സിന് എന്താണ് ഫോം ചെയ്യുന്നത്? സൈക്ലിക് കോമ്പൗണ്ട്സിനായിരിക്കും ഇവര് ഫോം ചെയ്യുന്നത്. ആൻഡ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 1 ഡോണർ ഗ്രൂപ്പ്സ് പ്രസന്റ് ആയിട്ടുള്ള ലിഗാൻഡ്സിനാണ് നമ്മൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് പറയുന്നത്. ലൈക്ക് CN നെ കാർബണിലൂടെയും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, നൈട്രജനിലൂടെയും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. SCN ഇവിടെ സൾഫറും നൈട്രജനും ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് NO2 ആരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? നൈട്രജൻ ഉണ്ടാക്കാം, ഓക്സിജൻ ഉണ്ടാക്കാം. ഇതൊക്കെ ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോഫിൽ. മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോഫിൽ ഏതാണ്? മെഗ്നീഷ്യം. ഓക്കെ, മെഗ്നീഷ്യം ആണ് നമ്മുടെ ക്ലോറോഫിലിൽ പ്രസന്റ് ആയിട്ടുള്ള മെറ്റൽ. നെക്സ്റ്റ്, Haloalkanes and Haloarenes. CH3CH2Br CH3CH2I ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായി നമ്മൾ എടുക്കേണ്ടത്? സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. ഇത് ഏത് റിയാക്ഷൻ ആണ്? ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ അല്ലേ? ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, how will you prepare Grignard reagent? Grignard reagent എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. Grignard reagent നമുക്കറിയാം RMGX ആണ് Grignard reagent. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് RX എടുക്കുന്നു, മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? RMGX Grignard reagent നമുക്ക് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ്, ഓക്കെ, ഇവിടെ ഒരു അലൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്, ഒരു ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. 2 സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. ഏത് റിയാക്ഷൻ ആണ്? വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ നടന്നാൽ നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരിക്കും, ദെൻ 2NaX ഇവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ? എന്താണിത്? വുഡ്സ് റിയാക്ഷൻ ആണിത്. നെക്സ്റ്റ്, 2-bromobutane ആൽക്കഹോളിക് AOH. 2-bromobutane എന്ന് വെച്ചാൽ എന്താണ്? CH3 CH Br CH2 CH3. ഇതിനെ ആൽക്കഹോളിക് KOH. നമ്മൾ ഏതൊരു ആൽക്കൈൽ ഹാലൈഡിനെയും ആൽക്കഹോളിക് KOHന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എങ്ങനെ ഏത് റൂൾ അനുസരിച്ചാണ് നടക്കുക? Zaitsev റൂൾ അനുസരിച്ചാണ് നടക്കുക. അപ്പൊ ഡബിൾ ബോണ്ട് ഇവിടെ വരില്ല. എവിടെയാണ് വരിക? ഈ 2 കാർബണിന്റെ ഇടയിലാണ് വരിക. കാരണം അപ്പോഴേ നമുക്ക് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീനിനെ കിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്? CH3 CH ഡബിൾ ബോണ്ട് CH CH3. ക്ലിയർ? സെയിം റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചാപ്റ്ററിൽ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഫീനോളിനെ എങ്ങനെ ബെൻസീൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫീനോളിനെ നമ്മൾ സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഫീനോൾ എന്തായിട്ട് മാറും? ബെൻസീൻ ആയിട്ട് മാറും. ക്ലിയർ? ബൈ പ്രോഡക്റ്റ് സിങ്ക് ഓക്സൈഡും ഉണ്ടാവും. നെക്സ്റ്റ്, CH3O CH2 CH3 പ്ലസ് HI. ഇത് ഈഥറിന്റെ ഒരു റിയാക്ഷൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഓക്സിജനും ഈ കാർബൺ ആയിട്ടുള്ള ബോണ്ടാണ് ഇവിടെ ബ്രേക്ക് ആവുക. ഇതിലേത് ബോണ്ടാണ് നമ്മൾ ബ്രേക്ക് ആവുക? ഓക്കെ, ഇതിലേത് ബോണ്ടാണ് ബ്രേക്ക് ആവുക? ഈ ചെറിയ ഗ്രൂപ്പും വലിയ ഗ്രൂപ്പും ആയിട്ടാണ് ഇവർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ചെറിയ ഗ്രൂപ്പും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടാണ് ഇവിടെ ശരിക്കും ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ HIയിൽ ഈ അയഡിൻ ആരെ കൂടെ പോവാ? ആരാണോ ചെറിയ ഗ്രൂപ്പ് അവരുടെ കൂടെയാണ് പോവാ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3I പ്ലസ് CH3I പ്ലസ് CH3 CH2OH. ക്ലിയർ? ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ O മൈനസും ഇവിടെ CH3 പ്ലസും ആണ് ഉണ്ടാവുക. അങ്ങനെ HIയിലെ I മൈനസ് എങ്ങോട്ട് വരും? ഈ CH3ന്റെ അടുത്തേക്ക് വരും. ക്ലിയർ? നമ്മൾ എക്സാമിന്റെ തലേന്ന് ആയതുകൊണ്ടാണ് ഇങ്ങനെ മെക്കാനിസം ഒന്നും പറഞ്ഞു പോവാത്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്,
ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ഫീനോൾ ആൻഡ് ആൽക്കഹോൾ. ഫീനോളിനെയും ആൽക്കഹോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫെറിക് ക്ലോറൈഡ്. ഫെറിക് ക്ലോറൈഡിനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫീനോൾ ഒരു റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളർ കാണിക്കും, ആൽക്കഹോളിന് ആ കളർ കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും, ഈ ഫീനോളിനെയും ആൽക്കഹോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്? റിയാക്ടിംഗ് വിത്ത് ഫെറിക് ക്ലോറൈഡ് FeCl3. ഓക്കെ, നെക്സ്റ്റ് ഫീനോൾസ് ആർ അസിഡിക്. വൈ ഫീനോൾസ് അസിഡിക് ആവാൻ കാരണം എന്താണ്? അസിഡിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H+നെ റിലീസ് ചെയ്യണം അല്ലേ? H+നെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഓക്സിജൻ ഉള്ള ലോൺ പെയർസ് ഇവിടെ അറൈൽ ഗ്രൂപ്പായിട്ട് എന്തിലാണ്? റെസൊണൻസിലാണ്. റെസൊണൻസിലാവുന്ന സമയത്ത് ഈ H+നെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് അവിടുന്ന് കളയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഫീനോൾസ് മോർ അസിഡിക് ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് Aldehydes, CH3 C double bond or CH3 നെ zinc amalgam and HCl ഏത് റിയാക്ഷൻ ആണ്? ക്ലമൻസൺ റിഡക്ഷൻ റിയാക്ഷൻ അല്ലേ? ക്ലമൻസൺ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് എന്താ കിട്ടുക? ഈ CO ഗ്രൂപ്പ് ആരായിട്ട് മാറും? CH2 ആയിട്ട് മാറും അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ട് മാറും. CH3 CH2 CH3 ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് Aldehydes are more reactive towards nucleophilic substitution reaction than ketones. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് തുടങ്ങുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷനിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ദാൻ കീറ്റോൺ എന്നാണ്. കാരണം എന്താണ്? ആൽഡിഹൈഡ്സിൽ ആരാണ്? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണുള്ളത്, കീറ്റോൺസിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ കാർബണിൽ എപ്പോഴും എന്താണുള്ളത്? ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും. ന്യൂക്ലിയോഫൈൽ വരിക എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ അടുത്തേക്കാണ് ആര് വരുന്നത്? നമ്മുടെ ന്യൂക്ലിയോഫൈൽ NU- വരുന്നത്. ഇവിടെ നമ്മൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ആൽക്കൈൽ ഗ്രൂപ്പിന് എന്ത് എഫക്ട് ഉണ്ട്? +I ഇഫക്ട് ഉണ്ട്. കീറ്റോൺ ഇവിടെ ഉണ്ട് എന്ത്? നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് എന്തുണ്ട്? +I ഇഫക്ട് ഉണ്ട്. ഈ +I ഇഫക്ട് ഉള്ളത് കാരണം കീറ്റോണിലെ ഈ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് എന്താവും? വളരെ കുറയും. കാരണം 2 സൈഡിൽ നിന്നും ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ന്യൂക്ലിയോഫൈൽ വരുന്ന ടെൻഡൻസി എന്താവും? കുറയും. ഇവിടെ ഒരു സൈഡിനെ കൊടുക്കാനുള്ളൂ, മറ്റേ സൈഡിൽ ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അങ്ങനെ +I ഇഫക്ട് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് കീറ്റോണിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇവിടെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഓൾസോ എന്താണ് ഇവിടെ ബൾക്കിയർ ഗ്രൂപ്പ്സ് ആണല്ലേ? ഈ കാർബണിൽ ഗ്രൂപ്പിന്റെ അപ്പുറം ഇപ്പുറം ബൾക്കിയർ ഗ്രൂപ്പ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസും ഉണ്ടായിരിക്കും കീറ്റോണിന്റെ കേസിൽ. ഓക്കെ, നമുക്ക് സ്റ്റെറിക് റീസൺസും ഇലക്ട്രോണിക് റീസൺസും ആണ് ഉള്ളത് എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് റീസൺസ് പറഞ്ഞാൽ നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. സ്റ്റെറിക് റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 2 ബൾക്കി ഗ്രൂപ്പ്സ് ആണ് ഇവിടെ അപ്പുറം ഇപ്പുറം ഉള്ളത്. അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ന്യൂക്ലിയോഫൈലിന് വരാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ടെൻഡൻസി കുറവായിരിക്കും. ഓക്കെ, to distinguish aldehydes and ketones. Aldehydes and ketones distinguish ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഇത്. ടോളറൻസ് ടെസ്റ്റും ഫെയിലിംഗ്സ് ടെസ്റ്റും. രണ്ടും ആര് തരും? ആൽഡിഹൈഡ്സ് തരും, കീറ്റോൺസ് തരില്ല. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ബേസിക് അമീൻ ഈസ്. ഇവിടെ നമുക്കൊരു ആൽക്കൻ അമീനും അമോണിയം ഹലൈൽ അമീനും തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. നമ്മൾ PYQs ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ആൽക്കൻ അമീൻസിനാണ് ആസിഡിറ്റി കൂടുതൽ ദാൻ അമോണിയ ദാൻ ആരോമാറ്റിക് അമീൻസ് അല്ലെങ്കിൽ അനിലീൻ. ഇവിടെ ഏറ്റവും കുറവായിരിക്കാണ് അനിലീൻ ആണ്. കാരണം ഈ നൈട്രജൻ എന്തിനാണ്? ഇവിടെ റെസൊണൻസിലാണ്. നൈട്രജന്റെ മേലുള്ള 2 ലോൺ പെയേഴ്സ്. ആ 2 ലോൺ പെയേഴ്സ് ആണ് ശരിക്കും എന്തിന് കാരണം? ബേസിസിറ്റിക്ക് കാരണം അല്ലേ? ആ ബേസിസിറ്റിക്ക് കാരണമായിട്ടുള്ള ലോൺ പെയർ ഇവിടെ കോൺജുഗേഷനിലായ എന്താണ്? ആ ലോൺ പെയർ അവിടെ പ്രസന്റ് അല്ല. നമുക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലോൺ പെയർസ് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായിരിക്കും? അവരുടെ ബേസിസിറ്റി കുറവായിരിക്കും. ക്ലിയർ? കമ്പയർ ടു ആര്? C2H5ഉം NH3. കാരണം C2H5ന് ഒരു +I ഇഫക്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർസിന്റെ അവൈലബിലിറ്റി എന്തായിരിക്കും? ഇവിടെ കൂടുതൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആൽക്കൻ അമീൻസിന് ബേസിസിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, അനിലീൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. വൈ? അനിലീൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാത്ത കാരണം എന്താ? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നമുക്കറിയാം നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൂയിസ് ആസിഡ് ആണ് അല്ലെ? ഇവിടെ എന്താ നടക്കാന്ന് വെച്ചാൽ നമ്മുടെ അനിലീനും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു സോൾട്ട് ഫോർമേഷൻ അവിടെ നടക്കും. അതുകൊണ്ട് എന്താവില്ല? ഈ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഈ അനിലീൻ എന്താവും? ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് അവിടെ ആക്ട് ചെയ്യും. അനിലീൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്തിനു വരാൻ പറ്റില്ല? നമ്മുടെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ഇലക്ട്രോഫൈലിന് അവിടെ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ക്ലിയർ? നെക്സ്റ്റ്, NO2. ഓക്കെ, നൈട്രോ. ഈ നൈട്രോ ഗ്രൂപ്പിനെ എങ്ങനെ
അമിനോ ഗ്രൂപ്പ് ആക്കി മാറ്റാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കണ്ടാൽ നമുക്കറിയാം എന്താണ് ഇവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് എഥനോൾ അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ പ്രസൻസിൽ ഹൈഡ്രജനും പലേഡിയം ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നൈട്രോ ഗ്രൂപ്പ് അമീൻ ഗ്രൂപ്പായിട്ട് മാറും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ലാസ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് ബയോമോളിക്യൂൾ. ബയോമോളിക്യൂൾസ്, വൈറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ കെ ആണ്. ഓക്കെ, വൈറ്റമിൻ കെ ആണ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ് ആൻഡ് ന്യൂക്ലിയോസൈഡ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു ഷുഗർ ഉണ്ടായിരിക്കും, റൈബോസ് ഷുഗർ അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും, നമ്മുടെ നമ്മുടെ നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ആരാണ് വരിക? നമ്മുടെ ഷുഗറും നൈട്രജൻ ബേസും ആണ് ആദ്യം ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഷുഗറും നൈട്രജൻ ബേസും ബോണ്ട് ഫോം ചെയ്ത് അവിടെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയോസൈഡിലേക്ക് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരുമ്പോൾ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അവരെ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയോടൈഡ്സ് കുറെ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് പോളിന്യൂക്ലിയോടൈഡ്സ് ഉള്ള നമ്മുടെ RNA അല്ലെങ്കിൽ DNA ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ? എന്താണ് ഇൻവേർട്ട് ഷുഗർ? ഇൻവേർട്ട് ഷുഗർ നമുക്കറിയാം സൂക്രോസിനാണ് നമ്മൾ പറയുന്നത്. സൂക്രോസ് ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അവരെ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും നീറ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ 1 മോർ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീറ്റ് വരികയാണ്. നീറ്റ് May 7th നടക്കും. അപ്പോൾ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് വേദാന്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നീറ്റിൻ്റെ ക്രാഷ് കോഴ്സിന് വേദാന്തുവിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.